കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായ രണ്ടുപേർ, അമലും പൂജയും. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. ഏത് ക്ലാസ്സിലാണ്? പഠിച്ചോണ്ടിരിക്കുകയാണോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ക്ലാസ്സിലാ? +1 കഴിഞ്ഞതേ ഉള്ളൂ. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടന്റെ ലൈഫ്. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് എന്റെ ലൈഫ്. എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടപ്പം? ഇതില് മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കണ്ണാപ്പി സ്റ്റൈൽ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ജിമ്മൊക്കെ ഉണ്ടായിരുന്നോ? ജിമ്മൊക്കെ ആറ്റിറ്റ്യൂഡ്, പിന്നെ സ്വഭാവം, അത് കണ്ടിട്ടാ വീണത്. എന്നോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം എന്താ? 18 വർഷമായിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു കെയറിങ് എന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. ശരിക്കും എന്താ ചെയ്യുന്നേ? ഞാനിപ്പം 10th കഴിഞ്ഞിട്ട് IT കഴിഞ്ഞിട്ട് IT പാസ്സായിട്ട് ഞാനാണെങ്കിൽ ഒരു 8 month ട്രെയിനിങ് ആയിട്ട് നിന്നായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിപ്പിള്ളേരാണ്. കുഞ്ഞിപ്പിള്ളേര് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ 35 വയസ്സായിട്ടും പെണ്ണ് കിട്ടാതെ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ തലവേദനയൊക്കെ ഒന്ന് കാണണം നിങ്ങള്. ഡോക്ടർ അവിടെ കണ്ട് പഠിക്കണം. അമല് പഠിപ്പിക്കോ? ഞാൻ പഠിപ്പിക്കാം. ആ ഒരു ഡിമാൻഡിലേക്ക് ഇറങ്ങി വന്നത്. വന്നപ്പോ യൂണിഫോം മാത്രമേ കൊണ്ടുവന്നുള്ളൂ, വേറെ ഒന്നും എടുത്തില്ല. അതെനിക്ക് ഇഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. പണ്ടൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേര് അമ്മ വീട്ടിൽ പോകും. ഇപ്പൊ പിള്ളേര് നേരെ തിരിച്ചാണ്, കല്യാണം കഴിക്കാനാണ് ഇൻട്രസ്റ്റ് കൂടുതൽ എന്ന് പറയണേ. മാഷേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഈ ഇപ്പൊ നിങ്ങളുടെ വീട് രണ്ടുപേരും ഏകദേശം അടുത്തടുത്താണ് വരുന്നത്. ഏത് ഈ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണോ വിളിച്ചോണ്ട് വന്നത്? അല്ലല്ല, ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് കൊണ്ടുവന്നു. അവിടുന്ന് നേരെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. വീട്ടിലാളുണ്ടായിരുന്നോ സമയത്ത്? ഇല്ല. ആ സമയത്ത് വന്ന് വിളിച്ചിറക്കി നേരെ കൊണ്ടുവന്നോ? അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുതലാളിയും രമണനും വന്നേക്കണെന്ന് പറയാ. കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ടൊരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുസ്തി പഹൽവാൻ. സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെ സീമെല്ലാം ഉണ്ടായോ? വീട്ടിൽ നിന്ന് സീനൊന്നും ഇല്ലായിരുന്നു. അവർക്കറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഇനി കേക്കത്തില്ലെന്നും അറിയാം. പിന്നെ അവരെന്തോ പറഞ്ഞ, പിന്നെ ഏജും ആയി. நீங்க யாரை சந்தோஷப்படுத்துறதுக்காக இதெல்லாம் நீங்க செய்றீங்களோ அவங்களுக்கே ஒரு கட்டத்துல உங்களை பிடிக்காம போயிடும். ഇറങ്ങി പോടാ പുല്ല. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.